ഏതാണ്ട് 18-ാം നൂറ്റാണ്ട് അവസാനം മുതൽ 19-ാം നൂറ്റാണ്ടിലുടനീളം ഈ രാഷ്ട്രീയ ശരി എന്ന ആശയം ഈ അർത്ഥത്തിലാണ് നിലനിന്നത്. ഒരു നിലയ്ക്ക് പറഞ്ഞാൽ ഔപചാരികമായ കുറച്ചുകൂടി സാങ്കേതിക സ്വഭാവമുള്ള ഒരു ഭാഷണ രൂപത്തെ സൂചിപ്പിക്കുന്ന നിലയിലാണ് ഈ വാക്ക് ആദ്യം നിലവിൽ വന്നത്. പിന്നീട് 19-ാം നൂറ്റാണ്ടിലും ഏതാണ്ട് ഈ രൂപത്തിൽ തന്നെ അത് തുടർന്നു. 20-ാം നൂറ്റാണ്ടിൽ 2-3 നിലകളിൽ ഈ വാക്കിന് അർത്ഥപരിണാമം സംഭവിച്ചു. ഞാൻ അതിൻ്റെ വിശദചരിത്രം മുഴുവൻ പറയുന്നില്ല, സാമാന്യമായിട്ടൊന്ന് പറയുന്നു. ഒന്ന്, സോവിയറ്റ് വിപ്ലവത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തോടും ഇടതുപക്ഷത്തോടും ഒക്കെ പ്രതിബദ്ധമായി നിൽക്കുന്ന ഒരു കലാദർശനത്തെയോ അല്ലെങ്കിൽ സാമൂഹ്യ വീക്ഷണത്തെയോ ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു പദം എന്ന നിലയ്ക്ക് ഇടതുപക്ഷ വൃന്ദങ്ങളിൽ പൊളിറ്റിക്കലി കറക്റ്റ് എന്ന പ്രയോഗം വരുന്നുണ്ട്. ചൈനീസ് വിപ്ലവകാലത്ത് അതിൻ്റെ യുക്തികളോട് ചേർന്ന് നിൽക്കുന്ന ആശയം എന്ന നിലയിൽ ഇടതുപക്ഷ സംവാദങ്ങളിൽ ഈ ആശയം വികസിച്ച് വരുന്നുണ്ട്. ഇടതുപക്ഷ സംവാദങ്ങളിൽ തന്നെ ഇതിനോടുള്ള വിമർശനവും ഉയർന്നു വരുന്നുണ്ട് കേട്ടോ. ഈ ഘട്ടത്തിൽ തന്നെ എല്ലാറ്റിനെയും രാഷ്ട്രീയമായി ശരിയായി കാണാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി പലപ്പോഴും യാന്ത്രികമായ മുൻവിധികളിലേക്ക് ചെന്നു ചേരുന്നതിനെ വിമർശിക്കുന്ന വീക്ഷണവും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് ഡിസ്കോഴ്സുകളിലും ഇടതുപക്ഷ സംവാദങ്ങളിലും ഒക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. എങ്കിലും പൊതുവെ പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയ വീക്ഷണത്തിനകത്താണ് ഈ ആശയം ഏറിയ പങ്കും ഉയർന്നു വന്നത്. ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ അതേ ഘട്ടത്തിൽ തന്നെ ഇതിന് അങ്ങേയറ്റം വലതുപക്ഷപരമായ ഒരു വീക്ഷണവും ഇതിൽ വന്നു. പൊളിറ്റിക്കലി കറക്റ്റായിരിക്കുക എന്നുള്ളതിനെ വലിയൊരു അടിസ്ഥാന മാനദണ്ഡമാക്കി മാറ്റിയത് ഫാഷിസ്റ്റുകളാണ്. ഫാഷിസ്റ്റ് ജർമ്മനിയിൽ ഫാഷിസത്തിൻ്റെയും നാസി ഭരണ സംവിധാനത്തിൻ്റെയും നിലപാടുകളോടുള്ള 100% പ്രതിബദ്ധതയാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആയിട്ട് മനസ്സിലാക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു പത്രപ്രവർത്തകനായിട്ടോ മറ്റേതെങ്കിലും തലത്തിലോ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ പൊളിറ്റിക്കലി കറക്റ്റായിരിക്കണമെന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരുന്ന നിലയിൽ ഫാസിസ്റ്റുകൾ ഈ ആശയത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ ഒരു ഭരണകൂട യുക്തിയാക്കി മാറ്റിയത് ഫാഷിസ്റ്റുകളാണ് എന്ന കാര്യവും നമ്മൾ ഓർക്കേണ്ടതുണ്ട്.